നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇലക്ഷൻ കാലമായതോടെ പുതിയൊരു കച്ചവടത്തിന് കൂടി പിണറായി വിജയൻ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ വിവരങ്ങൾ സ്വകാര്യ മേഖലകൾക്ക് കച്ചവടമാക്കാനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. മുമ്പ് കോവിഡ് കാലത്ത് ഇതേ കച്ചവടത്തിലൂടെ മകളുടെ കമ്പനി കോടികൾ കരസ്ഥമാക്കിയതായി ആരോപണം ഉയർന്നിരുന്നു. അന്ന് കച്ചവടത്തിന് ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എം ശിവശങ്കർ പിന്നീട് ജയിലിൽ കിടക്കുകയും സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി അംഗീകരിച്ച സംസ്ഥാന ശാസ്ത്ര ആരോഗ്യ നയത്തിലാണ് രോഗികളുടെ വ്യക്തിവിവരങ്ങൾ മറിച്ച് സ്വകാര്യത ഉറപ്പാക്കി മെഡിക്കൽ ഡേറ്റ ഗവേഷണ ആവശ്യങ്ങൾക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ചത്. അന്തർദേശീയ തലത്തിൽ ഏറെ വിലപിടിപ്പുള്ള രോഗികളുടെയും രോഗങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടുന്ന ഡേറ്റ മുമ്പ് കോവിഡ് ബാധിതരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കരാറ് US കമ്പനിയായ സ്പ്രിംഗ്ലറിന് കൈമാറിയ നടപടി വൻ വിവാദമായി മാറിയിരുന്നു. ആശുപത്രികളിൽ നിന്നും ലഭ്യമാകുന്ന ഡേറ്റ മരുന്ന് പരീക്ഷണത്തിനും മരുന്ന് വ്യാപാരത്തിനും ഇൻഷുറൻസ് മേഖലയ്ക്കും ഉപയോഗപ്രദമാക്കാൻ തീരുമാനിച്ചിരുന്നു. കോടികൾ നൽകി ഇവ കരസ്ഥമാക്കാൻ അന്തർദേശീയ തലത്തിൽ സ്ഥാപനങ്ങൾ ശ്രമിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതും അതുതന്നെയാണ്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുമ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നതും അവിടെ നിന്ന് തന്നെ. അതിനാൽ സർക്കാരിന്റെ കയ്യിലുള്ള വിവരങ്ങൾ കച്ചവടം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ആരോഗ്യവകുപ്പ് പറയുന്നത് വിചിത്രമായ ചില കാര്യങ്ങൾ. കർശനമായ വ്യവസ്ഥയും ഉത്തരവുകളും ഡേറ്റ കൈമാറ്റത്തിൽ ഉണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. അതിനാൽ ഡേറ്റ ദുരുപയോഗം ചെയ്യാനാവില്ല എന്ന് ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നു. ജനന മരണ രജിസ്റ്റർ, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയിൽ ആളുകളുടെ പേര് വിവരണങ്ങൾ ഇല്ലാതെ ഗവേഷകർക്ക് ലഭ്യമാക്കാനാണ് നയം രൂപീകരിച്ചതെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. മെഡിക്കൽ പേർഷ്യൻ ഡേറ്റ എപ്പോഴും സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ആണെന്നും ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ നിയമം എന്താണ്? ഒരു തരത്തിലുള്ള ഡേറ്റയും പങ്കുവയ്ക്കാൻ കേരളത്തിൽ പ്രത്യേക നിയമമില്ല. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ കൈമാറുന്നതിന് നിയമപരമായ തടസ്സമുണ്ടാകുമോ എന്ന് സംശയമുണ്ട്. വിഷയം ഇപ്പോൾ ഏതായാലും മന്ത്രിസഭയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ആരോപണ വിധേയയായ കമ്പനിയെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ തീരുമാനത്തിലും മലയാളികൾക്ക് സംശയമുണ്ട്. ഡേറ്റകളാണ് ആഗോളതലത്തിൽ ഏറ്റവും അധികം ആവിഷ്കാരങ്ങൾ ഉള്ളത്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തും ഡേറ്റ വിവാദം കോളിളക്കം സൃഷ്ടിച്ചതാണ്. സ്പ്രിംഗ്ലർ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മറഞ്ഞത് കോടികളാണെന്ന് സ്വപ്ന സുരേഷ് EDക്ക് മൊഴി നൽകിയിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനമാണ് ഡേറ്റ. ഡേറ്റ കച്ചവടത്തിൽ പിണറായി സർക്കാരിന്റെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. കാരണം ഡേറ്റ കച്ചവടം രാജ്യദ്രോഹമാണ്. കോവിഡ് കാലത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഡേറ്റ കച്ചവടം നടന്നിരുന്നു എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് ഒരു അപരിചിത രോഗമായതിനാൽ അത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സമയത്താണ് കേരളത്തിൽ സ്പ്രിംഗ്ലർ ഇടപാട് നടന്നത്. മകൾക്ക് വേണ്ടി IT സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറാണ് ഡേറ്റ കച്ചവടത്തിന് ചുക്കാൻ പിടിച്ചത്. മുൻ SFI നേതാവായിരുന്ന ശിവശങ്കറിന് പിണറായി വിജയനോടുള്ള അന്ധമായ ആരാധനയാണ് പിണറായി മുതലെടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ കസേരയിലെത്തിയ ശിവശങ്കർ നയിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് നൽകിയ മൊഴി. മകളുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ച ശിവശങ്കർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ സ്വന്തം താൽപര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തതോടുകൂടിയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. ശിവശങ്കറിന് വിവിധ IT സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന സ്വാധീനമാണ് മകൾ ഉപയോഗിച്ചത് എന്ന് സ്വപ്ന പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ കച്ചവടത്തിന്റെ ഉള്ളുകള്ളികൾ നന്നായി അറിയുന്നയാളായിരുന്നു ശിവശങ്കർ. സ്പ്രിംഗ്ലർ കമ്പനിയെ രംഗത്ത് കൊണ്ടുവന്നതും ശിവശങ്കർ തന്നെ. എന്നാൽ കേരളത്തിന്റെ ഡേറ്റ കച്ചവടം പൊടിപൊടിച്ചതോടെ സ്പ്രിംഗ്ലർ കമ്പനിക്ക് നരേന്ദ്രമോദിയുടെ പൂട്ടുണ്ടായി. തുടർന്ന് കൊറോണ വൈറസ് സംബന്ധിച്ച ഡേറ്റകൾ ഭദ്രമായി സൂക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ ഉണ്ടാക്കി. അമേരിക്ക ആസ്ഥാനമായുള്ള സ്പ്രിംഗ്ലർ കമ്പനി കേരളത്തിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വിറ്റ് കാശാക്കുമെന്ന ആരോപണം നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് ചട്ടങ്ങൾക്ക് രൂപം നൽകിയത്. VK പോൾ അധ്യക്ഷനായ കമ്മിറ്റിയാണ് ചട്ടങ്ങൾ ഉണ്ടാക്കിയതും. ഡേറ്റ സംരക്ഷണം, ജൈവ സാമ്പിളുകളുടെ സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടിയാണ് ചട്ടങ്ങൾ തയ്യാറാക്കിയത്. ചട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണം കേരളത്തിലെ സ്പ്രിംഗ്ലർ വിവാദമാണ്. കോവിഡിനെതിരെ ലോകമെങ്ങും മരുന്ന് നിർമ്മാണത്തിന് മത്സരം നടത്തിയിരുന്നു. മരുന്ന് കമ്പനികൾക്ക് വേണ്ടത് ഡേറ്റയും. US കമ്പനിയായ സ്പ്രിംഗ്ലർ കേരളത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് കൈമാറി എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം.
ആഗോള മരുന്ന് ഉൽപാദകരായ ഫൈസറുമായി സ്പ്രിംഗ്ലറിന് ഇടപാടുകളുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. അതിന് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ബലം പകർന്നു. എന്നാൽ ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടുകൂടി സ്പ്രിംഗ്ലറിന്റെ അതിബുദ്ധി നടക്കാതെ പോയി. ചട്ടങ്ങൾ വരുന്നതിന് മുമ്പ് കച്ചവടം പൊടിപൊടിച്ചു എന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തം. ഉന്നയിച്ച പല ആരോപണങ്ങളിലും ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് അന്ന് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന് സർക്കാർ നൽകിയ മറുപടി സ്പ്രിംഗ്ലറിന്റെ സേവനം ഇല്ലാതെ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നായിരുന്നു. ഈ സാഹചര്യത്തിൽ കോടതി പോലും നിസ്സഹായരായി. കരാറിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ സംരക്ഷണം നടത്താമെന്ന് നിയമസഭയിൽ ചെന്നിത്തല ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുള്ള ധൈര്യവും സർക്കാരിനുണ്ടായില്ല. കരാറ് ഒപ്പിടും മുൻപ് നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കുകയും മന്ത്രിസഭ തീരുമാനമെടുക്കുകയും വേണം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ ചുമതലപ്പെടുത്തണം. എന്നാൽ മന്ത്രിസഭ പോലും ഇക്കാര്യം അറിഞ്ഞില്ല. LDF അറിഞ്ഞില്ല. നിയമവകുപ്പുമായോ ധനകാര്യ വകുപ്പുമായോ കൂടിയാലോചനയില്ല. ആരോഗ്യവകുപ്പ് സെക്രട്ടറി അറിയത്തില്ല. അതുപോലെ തന്നെ വഞ്ചനാ കേസിൽ പ്രതിയായ സ്പ്രിംഗ്ലർ എന്ന അമേരിക്കൻ കമ്പനിക്ക് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ സർക്കാർ ചോർത്തി നൽകുകയായിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനമല്ല, മറിച്ച് അഴിമതി നടത്തുകയായിരുന്നു സ്പ്രിംഗ്ലറിന്റെ പ്രധാന ലക്ഷ്യമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. എന്നാൽ അതിലും ഒരു ഫലവും ഉണ്ടായില്ല.